എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സുന്ദരിയുടെയും അഭിമന്യുവിൻ്റെയും വിവാഹത്തിനെ പറ്റിയാണ്. ആരാ ഈ സുന്ദരി? ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമയ്ക്കും കൂടി ഉണ്ടായ പുത്രിയാണ് സുന്ദരി. 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രിയുടെ പേരാണ് ചാരുമതി. ഈ ചാരുമതിയെ കൃതവർണ്ണാവിൻ്റെ പുത്രൻ വിവാഹം കഴിച്ചു. അടുത്തതാണ് സുന്ദരി. സുന്ദരി പേര് പോലെ തന്നെ സുന്ദരിയായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ സുന്ദരി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കൃഷ്ണനേക്കാളും ബലഭദ്രസ്വാമിയായിരുന്നു. ബലഭദ്രസ്വാമിക്ക് സുന്ദരി പറഞ്ഞ ജീവനായിരുന്നു. അങ്ങനെ സുന്ദരി പ്രായപൂർത്തിയായ സമയത്ത് വിവാഹപ്രായമായി. ഇനി വിവാഹം നിശ്ചയിക്കണമല്ലോ. അപ്പോൾ സുന്ദരിയെ വിവാഹം ദുര്യോധനൻ്റെ പുത്രൻ ലക്ഷ്മണന് കൊടുക്കണം എന്നായിരുന്നു ബലഭദ്രസ്വാമിയുടെ ആഗ്രഹം. കാരണം ഈ ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ്. ഗദായുദ്ധം പഠിപ്പിച്ചത് ദുര്യോധനന് ഇതാണ്. മാത്രമല്ല ഒരു മഹാരാജാവുമാണ്. ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ സുന്ദരിക്കാകട്ടെ നേരെ അഭിമന്യുവിനെയാണ് ആഗ്രഹിച്ചത്. അഭിമന്യു ആരാണ്? സുഭദ്രാപുത്രൻ. അതായത് അർജുനും സുഭദ്രയ്ക്കും കൂടി ഉണ്ടായ പുത്രനാണ് ഈ അഭിമന്യു. സുഭദ്രയാണ് ശ്രീകൃഷ്ണൻ്റെ സഹോദരി. മനസ്സിലായല്ലോ? ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ് സുഭദ്ര. സുഭദ്രയുടെ പുത്രനാണ് അഭിമന്യു. അപ്പോൾ അച്ഛൻ്റെ പെങ്ങളുടെ പുത്രനെ കഴിക്കാനായിരുന്നു ആഗ്രഹം. ആർക്ക്? സുന്ദരിക്ക്. അഭിമന്യുവിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അഭിമന്യു വേറൊരു വിവാഹം കൂടി കഴിച്ചിട്ടുണ്ടോ കേട്ടോളോ. ചിലർക്ക് സംശയം വരും, ഇതെന്താ ഇങ്ങനെ സുന്ദര പറഞ്ഞു. വിരാട രാജാവിൻ്റെ പുത്ര ഉത്തരയെ കൂടിയും കഴിച്ചിട്ടുണ്ട്. അതവിടെ ഇരുത്താൻ നമ്മളിപ്പോൾ പറയുന്ന ഇതാണല്ലോ. ഇദ്ദേഹം രണ്ടുപേരും അങ്ങനെയായിരുന്നു. അപ്പോൾ ബലഭദ്രസ്വാമി കല്യാണങ്ങളൊക്കെ ഗംഭീരമായി. കൃഷ്ണന് വലിയ അതൊക്കെ ജ്യേഷ്ഠൻ്റെ ഇഷ്ടത്തിന് വലിയ ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ സത്യഭാമയ്ക്കും കൃഷ്ണനും ഇവർക്ക് തന്നെ മരുമകനെ തന്നെ കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഒന്നും മിണ്ടിയില്ല. ഏട്ടനല്ലേ, നടക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം മഹാകള്ളനാണല്ലോ. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഓ ശരി പറഞ്ഞ് ലാസ്റ്റിലത്തെ സ്വന്തം കാര്യം നടത്തിക്കും. അങ്ങനത്തെ ആളാണ്. എല്ലാം കൂടി തീരുമാനിച്ചു. ഈ വിവരം അഭിമന്യുവും അറിഞ്ഞു. അഭിമന്യു ഉടനെ അർജുനോടും തൻ്റെ വരീശന്മാരോടൊക്കെ സമ്മതം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഓ ശരി, നീ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു. ഇത് ഇവരുടെ വനവാസ കാലത്താണ് കേട്ടോ. ഈ സംഭവം നടക്കുന്ന വനവാസ കാലത്താണ്. ഉടനെ അഭിമന്യു എന്ത് ചെയ്തു? തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തു, നേരെ പോയി അവിടുന്ന് ദ്വാരയ്ക്ക് യാത്രയായി. അവിടെയാണല്ലോ വിവാഹം നടക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് ദുര്യോധനും അവരും അവിടെ പോയി. ഈ പോകുന്ന വഴിയിൽ ഒരു വലിയൊരു രാക്ഷസൻ കിടക്കുന്നുണ്ടായിരുന്നു. മല പോലെ. ഇയാൾ ഉറങ്ങുന്ന സമയത്ത് അയാൾ മല പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിമന്യു വേഗം വിളിച്ചു പറഞ്ഞു, അവിടെ മാറി എനിക്ക് പോകണം പറഞ്ഞു. ഇയാൾ പറഞ്ഞു, നീ ആരെ? ഇത് എൻ്റെ രാജ്യമാണ്, എൻ്റെ വനമാണ്. അപ്പോൾ മനുഷ്യൻ്റെ വാസന കണ്ടിട്ട് അയാൾ വന്നിരിക്കണം എന്ന് പറഞ്ഞു. രണ്ടുപേരും യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗംഭീര യുദ്ധമായി. ഒടുവിൽ ഘടോത്കചൻ ചോദിച്ചു, തോൽക്കുന്ന നിലയായപ്പോൾ ചോദിച്ചു, താങ്കൾ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാന്നുള്ളത് അടുത്തിരിക്കട്ടെ, നീ യുദ്ധത്തിനാണ് വന്നിരിക്കണേ, അതുകൊണ്ട് യുദ്ധം ചെയ്യും പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഘടോത്കചനാണ്, പഞ്ചപാണ്ഡവരിൽ രണ്ടാമത്തവനായ ഭീമസേനൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ഉടനെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു, ജ്യേഷ്ഠനെ വണങ്ങി. ജ്യേഷ്ഠ, ഞാൻ അർജുനൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. രണ്ടുപേരും വളരെ സന്തോഷമായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വിവാഹം നടക്കുന്നുണ്ട്, ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സഹായം വേണം പറഞ്ഞു. നീ ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഘടോത്കചൻ കൂടെ പോയി. കുറേ ദൂരം പോയ സമയത്ത് വലിയൊരു
ആള് വലിയൊരു രൂപത്തിൽ ഒരാൾ ഇതുപോലെ രാക്ഷസനല്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ വഴിമാറി കൊടുക്കാൻ ഞങ്ങളിങ്ങനെ പോവുകയാണ്, ദ്വാരയ്ക്ക് പോവുകയാണ് പറഞ്ഞു. അയാൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ പൊക്കോളെ, ഇയാൾ കാലിങ്ങനെ നിർത്തിയിരിക്കണം, കാലിൻ്റെ ഇടയിൽ കൂടെ പൊക്കോളെന്ന് പറഞ്ഞു. ഓഹോ നീ അത്രയായോ പറഞ്ഞു. അവിടെയും ഇവർ തമ്മിൽ യുദ്ധം നടന്നു. യുദ്ധം നടന്നു. അദ്ദേഹം ക്ഷീണിച്ച സമയത്ത് അദ്ദേഹം അപ്പം ഇവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ചോദിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെ ഞങ്ങൾ ഒരു വിവാഹത്തിന് പോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇരാവനാണ്, അതായത് നാഗകന്യയെ ഉലൂപികയിൽ അർജുനന് പറഞ്ഞ പുത്രനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ പറഞ്ഞു. ഇവരെ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു. എല്ലാവരും 3 സഹോദരന്മാർ പറഞ്ഞു ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ദ്വാരയ്ക്ക് പോയി. അവിടെ സമയത്ത് കല്യാണത്തിന് ഗംഭീരമായ ഇതൊക്കെ നടക്കുകയാണ്. അവിടെ പോയി നല്ലൊരു യുദ്ധം നടന്നു. അതിൽ അദ്ദേഹം ജയിച്ചു. അങ്ങനെ സുന്ദരിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു കാര്യം കൂടി പറയാം. ഇദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനാണെന്നുള്ളതിനെ പറയുന്നത് അഭിമന്യു. ഇതൊക്കെ ഭാരത യുദ്ധത്തിന് മുമ്പ് നടന്നതാണ് കേട്ടോ. ഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പ് നടന്നതാണ്. അപ്പോൾ ഈ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇയാളെ അഭിമന്യുവിനെ സുഭദ്ര ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം അർജുനും ശ്രീകൃഷ്ണനും സുഭദ്രയും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സുഭദ്രയുടെ വരത്തിൽ അഭിമന്യു ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലതും ചർച്ച ചെയ്യുന്ന സമയത്ത് യുദ്ധമുറകളെ പറ്റി ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഓരോ വ്യൂഹങ്ങൾ, ഗരുഡയുഗം, പത്മയുഗം, ചക്രയുഗം എന്നൊക്കെ പറയുന്നത്. വ്യൂഹം അതെന്താ വ്യൂഹം എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് പല രൂപത്തിൽ ഈ ഭടന്മാരെ കൊണ്ട് നിറയ്ക്കും. അതായത് ഗരുഡ രൂപം പറഞ്ഞാൽ ഗരുഡൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഭടന്മാരെ കൊണ്ട് നിറച്ച് അതിൻ്റെ മധ്യത്തിൽ ആയിരിക്കും ഏറ്റവും ശ്രേഷ്ഠനായ ആൾ യുദ്ധം ചെയ്യും. അതായത് ശത്രുക്കൾ ഒരു കാരണവശാലും അകത്ത് വന്ന് ഇദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല. അതേസമയം ഇദ്ദേഹത്തിന് പുറമേയുള്ള ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ വ്യൂഹങ്ങൾ പലവിധമുണ്ട്. ഗരുഡ വ്യൂഹം, ചക്രവ്യൂഹം. ഈ വ്യൂഹങ്ങൾ എങ്ങനെ നിർമ്മിക്കാം? അർജുനന്മാർക്ക് ഇത് വശമില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഇത് നിർമ്മിക്കാം, എങ്ങനെ അതിൻ്റെ അകത്ത് പോകാനുള്ള സൂത്രവഴികൾ എന്താണ്? അകത്ത് പോയാലേ ശത്രുവിനെ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം അയാൾ ഇങ്ങോട്ടല്ലേ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വിശകലനമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സുഭദ്രൻ്റെ അർജുനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചക്രവ്യൂഹത്തിൻ്റെ അകത്ത് എങ്ങനെ പോകാം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ശബ്ദം കേട്ടു, ഒരു മൂളിച്ച എന്നൊരു മൂളിച്ച കേട്ടു. ആരായിരുന്നു? സുഭദ്രയുടെ വയറ്റിൽ കിടക്കുന്ന അഭിമന്യുവാണ് ആ മൂളിച്ച മൂടിയത്. ഇത് കേട്ട ഉടനെ ശ്രീകൃഷ്ണൻ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ പറഞ്ഞില്ല. പുറത്തെങ്ങനെ വരും എന്ന് പറഞ്ഞില്ല. അതാണ് മഹാഭാരത യുദ്ധത്തിൽ ഇദ്ദേഹം എല്ലാവരെയും അകറ്റിക്കൊണ്ട് അകത്ത് കിടന്നു. പക്ഷെ പുറത്തു പോകാൻ കഴിയാതെയാണ് മരണമടഞ്ഞത്. ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് സ്വന്തം സഹോദരീപുത്രനാണ്, എന്തുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയാം, ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് ഇത്രയും അധികം മനസ്സിലാക്കാൻ ഉള്ളതാണെങ്കിൽ അവൻ പുറത്തു വന്നാൽ ഇത് മുഴുവൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹം നിർത്തിയത്. അല്ലെങ്കിൽ അയാൾ മരിക്കില്ല. ഈ യുദ്ധത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. അത് പാടില്ല. ധർമ്മം ജയിക്കണം. ധർമ്മം ജയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അതാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്. ഇനി നമുക്ക് അടുത്തിൽ പറയാം. കേട്ടതിന് വളരെ നന്ദി. ഞാൻ വളരെ ചുരുക്കത്തിലാണ് എല്ലാം പറയുന്നത്. അത്യാവശ്യമുള്ള കഥകൾ മാത്രമേ പറയുന്നുള്ളൂ. നമസ്കാരം.